ശ്രീ റജിൻ, ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF കൺവീനറുടെയും ഒപ്പം പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതികരണം നമ്മൾ കണ്ടതാണ്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇത് സർക്കാർ എടുത്ത തീരുമാനമാണ് എന്ന് മാത്രമല്ല, തങ്ങളെ ഇത് അറിയിച്ചിരുന്നു എന്ന് പറയുന്ന എക്സൈസ് മന്ത്രി ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല. അത് കാപട്യം നിറഞ്ഞ ഒരു പ്രസ്താവനയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ശരിയായിരിക്കാം, ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായി ഇത്തരത്തിലൊരു പ്രതിരോധം തന്നെയാണ് പ്രതിപക്ഷം സ്വാഭാവികമായും തീർക്കുക. പക്ഷേ ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിനെതിരെയും ഉയരുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷേ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ എന്ത് തീരുമാനം എടുക്കുമായിരുന്നു? നിലവിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ LDF സർക്കാർ സ്വീകരിച്ച ഈ നയം തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നതോടൊപ്പം തന്നെ ഇതിന്മേൽ കോൺഗ്രസിന് ഒരു അഭിപ്രായമുണ്ടോ? ഞങ്ങൾ ഇനി അടുത്ത് വരികയാണെങ്കിൽ എന്നു പറഞ്ഞുകൊണ്ട് ശക്തമായ ഭാഷയിൽ ഇതിനോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്നുള്ള ചില വാചകങ്ങളല്ലാതെ മറ്റൊന്നും ഈ വിഷയത്തിൽ ആർജവത്തോടു കൂടി പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. രോഹിണി, ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിന് വളച്ചൊടിക്കേണ്ട കാര്യകതയില്ല. ഇവിടെ LDF സംവിധാനം പോലും അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ചിലര് ഞാനും അപ്പനും സുഭദ്രയും എന്നുള്ള രീതിയിലേക്ക് ഭരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ ഗവൺമെന്റ് അവർക്ക് ഇഷ്ടപ്പെട്ട മാതിരിയുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ കോൺഗ്രസിനെ UDF പറ്റി പറയുമ്പോൾ ബഹുമാന്യനായ ബലദേവ് കുറെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ തന്നെ നമുക്കറിയാം കോൺഗ്രസ് എടുത്തൊരു തീരുമാനം എന്താണ്. കേരളത്തിൽ നിലനിൽക്കുന്ന ഇപ്പോഴും നമ്മൾ ചർച്ചയിൽ പലതവണ ബഹുമാനപ്പെട്ട പ്രസാദ് കുരുവിള സാർ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, 29 കേരളത്തിലെ ബാറുകളുടെ എണ്ണം കുറയ്ക്കുവാൻ തന്റെ ഇടത്തോടെ നിന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ആ ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നപ്പോൾ കേരളത്തിലെ മദ്യശാലകളുടെ എണ്ണം, ബാറുകളുടെ എണ്ണം 29 കുറച്ച ഒരു ഗവൺമെന്റായി നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കോൺഗ്രസ്. അതേ രീതിയിലാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ LDF കൊണ്ടുവന്ന പൊള്ളയായ പരസ്യങ്ങളും PR വർക്കുകളും എന്തായിരുന്നു? അതിൽ അവർ ഉറച്ചു നിൽക്കാത്തതിന്റെ ഭാഗമായിട്ടല്ലേ ഇന്ന് ഇവർ ഈ നടത്തിയിട്ടുള്ള ഈ 1016 എത്തിക്കുന്നതും ഈ പറയുന്ന രീതിയിലേക്ക് ഈ നാടിനെ ഒരു സിന്തറ്റിക് ലഹരിയുടെ ലഹരി താവളമായി എത്തിക്കുന്നതും. പിന്നെ CPM നയങ്ങൾ എന്താണ്? CPM നയം നമുക്ക് കഴിഞ്ഞ ദിവസം വിപ്ലവ സൂര്യനായ സഖാവ് VS അച്യുതാനന്ദന്റെ PA സുരേഷ് കുമാർ പിന്നെ ഈ പറയുന്ന VD സതീഷിന്റെ യാത്രയിലേക്ക് വരികയാണ്. അദ്ദേഹം കേരളത്തിലെ CPM ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അപേക്ഷകൾ കൊടുക്കുകയാണ് പാർട്ടിയിൽ തിരിച്ചെടുക്കുവാൻ വേണ്ടി. അദ്ദേഹത്തിന് തിരിച്ചെടുക്കുന്നില്ല. അദ്ദേഹം അവസാനം ആ തീരുമാനമെടുക്കുന്നു. പിന്നെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ആലപ്പുഴയിലുള്ള ഒരു CPM നേതാവിന് ലഹരി വേട്ട കേസിൽ പ്രതിയായി. ഷാനവാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ആ ലഹരി വേട്ടയിൽ പിടിയിലായ പ്രതി മത്സരിക്കുകയാണ്. ഇതാണ് CPM ലൈൻ. CPM ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ലഹരി വേട്ടക്കാരെയും ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കച്ചവടക്കാരെയൊക്കെ സംരക്ഷിക്കുന്ന ലൈനുമായിട്ട് മുന്നോട്ട് പോകുന്ന CPM ആണ്. ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ മതിയായ ഉദ്യോഗസ്ഥരുണ്ടോ? വാഹനങ്ങളുണ്ടോ? ഒന്നുമില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. പല പ്രസ്താവനകളും കഴിഞ്ഞ ദിവസം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട പ്രസ്താവന നമ്മൾ കണ്ടതല്ലേ? ഈ പറയുന്ന എക്സൈസ് മന്ത്രിക്ക് പോകുമ്പോൾ സല്യൂട്ട് കൊടുക്കുവാൻ വേണ്ടിയും എസ്കോർട്ട് കൊടുക്കുവാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പോകണം. ആ സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്ക്വാഡ് വർക്കുകൾ നടത്തണ്ട എന്ന് പറഞ്ഞ കേരള ചരിത്രത്തിലെ ഒരു എക്സൈസ് കമ്മീഷണറായിട്ട് MR അജിത് കുമാർ മാറുന്നുണ്ട്. അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പിന്നീട് മന്ത്രി തടിതപ്പിയായിരുന്നു. ശരിയാണ്. പക്ഷെ അങ്ങനെ എക്സൈസ് കമ്മീഷണർ പോലും മന്ത്രി അറിയുന്നില്ല, എക്സൈസ് കമ്മീഷണർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമില്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിൽ ഈ നാട്ടിലെ യുവാക്കൾക്കിടയിൽ കഠിനമായ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. അതിനെ മോചിപ്പിക്കുവാനുള്ള നയങ്ങളുമായിട്ടാണ് UDF ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്
ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു തന്നെയായിരിക്കും വരുന്ന UDF ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി തീരുമാനങ്ങളുമായി ബന്ധം ഇതിനകത്ത് പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു UDF-നെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഏത് BJP നേതാക്കന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയത്? ജനൻ TVയിൽ ചർച്ച നടക്കുന്നുണ്ട്, ഉല്ലാസ് ബാബുവിന്റെ പ്രസ്താവനയും കണ്ടു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഏത് BJP നേതാക്കന്മാർ, ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതായിരിക്കാം എന്ന് തോന്നുന്നു, എങ്കിൽ പോലും ഏത് BJP സംസ്ഥാന അധ്യക്ഷൻ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം എല്ലാം വിളിച്ചതായിട്ട് എനിക്കറിയത്തില്ല. ഇതിനെ എതിർത്തുകൊണ്ട് BJP-യുടെ വാർത്താ പത്രക്കുറിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പ് ഉണ്ടാകുന്നതല്ലോ. ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതുപോലെ UDF കൺവീനർ പ്രതികരിച്ച പോലെ ഒരു പ്രതികരണത്തിലേക്ക് BJP-യുടെ നേതാക്കന്മാർ പോലും പോയിട്ടില്ല. അദ്ദേഹം ധാർമ്മികത ഇല്ലാത്ത രീതിയിൽ ഉള്ള ആരോപണങ്ങൾ UDF-ന്റെ മേലിലേക്കും പ്രതിപക്ഷ നേതാവിന്റെ മേലിലേക്കും വരുമ്പോൾ തിരിച്ചു അതുപോലെ BJP-യുടെ മേലിലേക്കും നമുക്ക് ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ച് ഇതാണ്, UDF-ന് നയമുണ്ട്. ഈ നാട്ടിലെ യുവാക്കളെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, ഈ നാട്ടിലെ സാധാരണക്കാരെ ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് പോകുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ആയിരിക്കും UDF ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ശരി.